വമ്പൻ താരനിരയും ഒരുപാട് പ്രതീക്ഷയുമുള്ള ഒരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള ഒരു സിനിമ. വെക്കേഷൻ ആണ്, വിഷു ആണ്, പെരുന്നാളാണ്. സീസൺ എന്ന് പറഞ്ഞാൽ ഗംഭീര സീസണാണ്. തിയേറ്ററിലൊക്കെ ഹൗസ്ഫുൾ ആയിട്ട് സിനിമകൾ ഓടുന്ന ഒരു സമയം കൂടിയാണ്. ആ സമയത്താണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന വിനീത് ശ്രീനിവാസന്റെ സിനിമ വരുന്നത്. ഈ ഒരു സിനിമയിൽ വമ്പൻ താരനിരയുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ, അതുപോലെ തന്നെ നിവിൻ പോളി, പ്രണവ് മോഹൻലാൽ, കല്യാണി പ്രിയദർശൻ, ബേസിൽ ജോസഫ്, ദീപക് എന്നിങ്ങനെയുള്ള ഒരുപാട് താരങ്ങൾ അണിനിരന്നിട്ടുള്ള ഒരു ഗംഭീര സിനിമ. ഒരു 90% ഈ ഒരു സിനിമ മലയാളത്തിലെ ഒരു വലിയ ഹിറ്റ് ആവാനുള്ള എല്ലാ ചാൻസ് ഉണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വിനീത് ശ്രീനിവാസൻ എന്ന സകലകല വല്ലഭൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഡയറക്ഷനിൽ അദ്ദേഹം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്ക് പ്രതീക്ഷ വെക്കാൻ വേറെ ഒന്നും ആവശ്യമില്ല. പിന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളത് വിനീത് ശ്രീനിവാസൻ, അതുപോലെ തന്നെ നിവിൻ പോളി, അജു വർഗീസ്, ദീപക്. ഈ ടീം വീണ്ടും ഒന്നിക്കുകയാണ്. തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയും അതുപോലെ തന്നെ മറ്റുള്ള സിനിമകളൊക്കെ ഇവർ ഒന്നിച്ചിട്ടുണ്ട്. മലർവാടി ആർട്സ് ക്ലബിലൊക്കെ ഇവർ ഒന്നിച്ചിട്ടുണ്ട്. ഈ ഒരു ടീം വീണ്ടും ഒന്നിക്കുമ്പോൾ എന്തായാലും അതിനേക്കാൾ മികച്ച ഒരു സിനിമ എന്തായാലും നമുക്ക് കിട്ടും എന്നുള്ള കാര്യം തീർച്ചയാണ്. പോരാത്തതിന് പ്രണവ് മോഹൻലാൽ, അതുപോലെ തന്നെ കല്യാണി പ്രിയദർശൻ, നമ്മുടെ വിനീത് ശ്രീനിവാസൻ ഹൃദയം എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്ന ഒരു സിനിമയാണ്. ഹൃദയം എത്രത്തോളം വലിയ ഹിറ്റാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത്രയും വലിയ മികച്ച വിജയം നേടിയ ഒരു സിനിമയാണ്. ഈ പറഞ്ഞ ടീമുകളൊക്കെ ഒന്നിക്കുമ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. ഗംഭീര പ്രതീക്ഷയാണ് ഈ സിനിമയ്ക്കുള്ളത്. ധ്യാൻ ശ്രീനിവാസന്റെ ഇന്റർവ്യൂ മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സിനിമ അദ്ദേഹത്തിന്റെ കരിയറിൽ അദ്ദേഹം എത്രത്തോളം കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമ കൂടിയാണെന്ന്. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ചെയ്യുന്ന സിനിമകളെല്ലാം തന്നെ വളരെ മോശമാണെന്നും. അദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടവർക്ക് അറിയാം അദ്ദേഹം എന്തുകൊണ്ടാണ് എപ്പോഴും തുടരെ ഒരുപാട് സിനിമകൾ എടുക്കുന്നതിന് കാരണം എന്താണെന്നൊക്കെ. പക്ഷെ ഈ സിനിമയ്ക്ക് അദ്ദേഹം വെച്ചിട്ടുള്ള ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. ഇന്റർവ്യൂ മറ്റു കാര്യങ്ങളൊക്കെ കണ്ടവർക്കറിയാം. ഇതും ഈ ഒരു സിനിമ കാണാനുള്ള ആളുകൾക്കുള്ള ഒരു പ്രതീക്ഷയും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഒരു ആകാംക്ഷയൊക്കെ ഈ സിനിമയ്ക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മലയാളികൾ ഈ ഒരു സിനിമ ഇത്രയും വലിയ വിജയമാവും എന്ന് ഉറപ്പിച്ച് പറയാൻ കാരണം. അപ്പൊ എന്തായാലും ഒരു കൂട്ടം യുവാക്കളുടെ വലിയൊരു സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നമ്മളത് തിയേറ്ററിൽ പോയിട്ട് കാണാതിരുന്ന മോശമല്ലേ. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയിട്ട് കാണുക. ഈ ഒരു സീസൺ എന്തായാലും നല്ലൊരു സിനിമ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് സിനിമ കാണാൻ പോകുന്നത്. സിനിമ കണ്ടതിന് ശേഷം എന്റെ അഭിപ്രായം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.